ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലൻ ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഇറച്ചി കേക്ക് അല്ലെങ്കിൽ ഇറച്ചി പോള അല്ലെങ്കിൽ ചിക്കൻ പോള എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു സ്നാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഏരിയയിലൊക്കെ, അതായത് നമ്മുടെ കണ്ണൂർ ജില്ലയിലൊക്കെ ചായക്കടി സൽക്കാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഈവനിങ് പരിപാടികളൊക്കെ. അതിനൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, അത്രയ്ക്ക് മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു ഐറ്റവും കൂടിയാണ്. ഒട്ടുമിക്ക നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഇറച്ചി പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് കഴിയും കേട്ടോ, സിമ്പിൾ ഫില്ലിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടായ സമയത്ത് ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടം അത് ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഞാൻ ചോപ്പറിലിട്ടിട്ട് നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് കുത്തിയെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വെളുത്തുള്ളി എന്ന് പറയുന്നത് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും മാത്രമേ കേട്ടോ എടുത്തിട്ടുള്ളൂ. ഒരുപാട് മസാലകൾ ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും ഇതിൽ ചേർക്കാൻ പാടില്ല. പച്ചമുളക് കുറച്ച് അത്യാവശ്യം ചേർക്കുക കേട്ടോ. വെളുത്തുള്ളി ഓവറായി പോകണ്ട, അപ്പോൾ ടേസ്റ്റ് ആകെപ്പാടെ മാറിപ്പോവും. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുതായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം മൂത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടിയായി കട്ട് ചെയ്തിട്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് ചോപ്പറിലിട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് തന്നെ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഒരുപാട് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് സവാള നല്ലപോലെ വാടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓവർ വാടി അടച്ചു വെച്ച് വാട്ടിയെടുക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരിക, അത്രയേ വേണ്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സവാള ഇപ്പം ഞാൻ കണ്ടില്ല, ഒരു വലിയ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് കൂടുതൽ ഇടാൻ പാടില്ല കേട്ടോ. കാരണം ഇതിൽ നമ്മൾക്ക് കൂടുതൽ ഇറച്ചിയാണ് കാണട്ടെ. അത് ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും മട്ടൺ ഏതാണോ നിങ്ങൾ എടുക്കുന്നത് അതിൽ ഇറച്ചി കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. ഈ സവാളയും കാര്യങ്ങളൊക്കെ കുറച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ സവാള അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടിയും കൂടി മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം വേറെ പൊടികൾ വേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങൾക്ക് റെഡ് കളറിലുള്ള ഫില്ലിംഗ് ഒക്കെ വേണ്ടിയെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പക്ഷേ എനിക്ക് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ട് തോന്നാറ് ഈ ഒരു ടൈപ്പ് ചെയ്യുമ്പോഴാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തത് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുള്ളത് ഒരു 5-6 പീസ് ചിക്കൻ എടുക്കുക. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി 3ഉം കൂടി ചേർത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക കേട്ടോ. ഒരല്പം വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. നല്ലപോലെ വെന്തതിന് ശേഷം ഞാനിതിപ്പോൾ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഒന്നെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു തവണയൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുമല്ലോ, അങ്ങനെ ഒരു തവണയൊന്ന് ചെയ്തിട്ട് എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ചെറുതായിട്ട് പിച്ചെടുക്കുമല്ലോ, നന്നായിട്ട് ചെറിയ രീതിക്ക് അങ്ങനെ ആക്കിയിട്ടെടുക്കുക. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പം ഞാനിത് ചോപ്പറിൽ ഇട്ടിട്ട് എടുത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മിക്സിയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു തവണയൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇറച്ചിപ്പോളയിൽ നമുക്ക് മെയിനായിട്ട് ചിക്കൻ അത്യാവശ്യം നല്ലപോലെ കടിക്കാൻ കിട്ടണം, എങ്കിലേ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഉപ്പിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേക ബിഗിനേഴ്സിനോടാണ് കേട്ടോ പറയുന്നത്. ഉപ്പ് എപ്പോഴും ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അടുത്ത ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതുപോലെ മസാല ഒന്ന് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഉപ്പോ എരിവോ എന്തെല്ലാം കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മല്ലിയിലേക്ക് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും കൂടാൻ പാടില്ല കേട്ടോ, എങ്കിൽ ടേസ്റ്റ് ആകപ്പാടെ മാറിപ്പോവും. ഇനി ഇതൊന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ ചൂടാറണം കേട്ടോ. നന്നായിട്ട് തന്നെ തണുത്ത് വരണം, അതുവരെ വെയിറ്റ് ചെയ്യാം.
അടുത്തത് നമുക്ക് ഈ ഇറച്ചി പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാനൊരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, ഒരുപാട് ആവരുത്, കാരണം നമ്മൾ ഫില്ലിങ്ങിലൊക്കെ അത്യാവശ്യം ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഏതാണ്ട് ഒരു 1/4 ടീസ്പൂണോളം മതിയാകും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കുക. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നല്ല ലൂസായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഇതൊഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മുട്ടയുടെ മിക്സിലേക്ക് മൈദ ഇട്ട് കൊടുക്കാതെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് കട്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, മിക്സിയിലൊക്കെ അടിക്കണം, അതൊക്കെ 2ാം പണിയല്ലേ. അതിൽ നല്ലത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പണി കഴിയും കേട്ടോ. അപ്പോൾ മിക്സൊക്കെ റെഡിയായി. ഇനി ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എൻ്റെ ഇപ്പോൾ എല്ലാം കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ബാറ്ററിയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, ഒട്ടും ചൂട് പാടില്ല. എന്നിട്ട് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള 4 മുട്ടയ്ക്ക് കണക്കായ ഫില്ലിംഗ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അഥവാ നിങ്ങളിത് ചിലത് ഇത്ര ഫില്ലിംഗ് സവാളയൊക്കെ ഇത്ര എടുത്തിട്ടില്ല, ചിക്കനൊക്കെ ഇത്ര എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 3 മുട്ടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ 5 മുട്ടയാണെങ്കിൽ 5 മുട്ട. അത് നിങ്ങളെ ഫില്ലിങ്ങിനനുസരിച്ച് മുട്ട കൂട്ടവും കുറക്കൊക്കെ ചെയ്യണം കേട്ടോ. അതിനനുസരിച്ച് മൈദപ്പൊടിയും ചെറിയ ചെറിയ രീതിക്ക് കൂട്ടവും കുറക്കൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ ഇതിപ്പോൾ കറക്റ്റാണ്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ മുട്ടയുടെ മിക്സും ചിക്കനും ഫില്ലിങ്ങും എല്ലാം കൂടി ഒരേ രീതിക്ക് ബാലൻസ് ചെയ്ത് നിൽക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇറച്ചി പോളയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോള എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അടുത്തത് നമുക്ക് പോള സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലാകുമ്പോൾ നല്ല മുഞ്ചിൽ കിട്ടും. എന്നിട്ട് 1/2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. ഗീ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും സ്പാച്ചില വെച്ചിട്ടോ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരേ രീതിക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് മുകൾ ഭാഗം ആറി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. സമയത്തിന് കണക്ക് ഓരോരുത്തരുടെ ഇത് ഫ്ലെയിമിൻ്റെ ഒക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ. അതുകൊണ്ട് സമയം ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇടയ്ക്കൊന്ന് അടുപ്പ് തുറന്ന് നോക്കുക. മുകൾ ഭാഗം നന്നായിട്ട് ആറിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അടുപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് നല്ലപോലെ മുകൾ ഭാഗമൊക്കെ ആറി വന്നിട്ടുണ്ട്. കണ്ടില്ല, നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കയ്യിലൊന്നും ഒട്ടും പൊട്ടി പിടിക്കുന്നില്ല. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം വേറൊരു പാനിലേക്ക്. അപ്പോൾ ഇതാ വേറൊരു പാനിലേക്ക് ഞാൻ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാനിൽ അത്യാവശ്യം കുറച്ചൊന്ന് ഗീയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വെറും 5 മിനിറ്റ് മാത്രമേ വേണ്ടൂ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട്. കിട്ടിലും ടേസ്റ്റാണ് കേട്ടോ, കാണാൻ തന്നെ നല്ല മൊഞ്ചില്ല. അപ്പോൾ കഴിക്കാനുള്ള ടേസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും വീട്ടിൽ ചിക്കൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചിട്ട് നല്ല സോഫ്റ്റാണ്. ഞാൻ എടുത്തിട്ടുള്ള മെഷറിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് അളവാണ് കേട്ടോ. ഇതേ രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.